അപ്പോൾ ഇപ്പോൾ ആരുമില്ല. ഇപ്പോൾ ഉച്ചയായി, ഫുഡ് കഴിക്കുന്ന ടൈമായി. അപ്പോൾ ഞാൻ ഒരു സംഭവം ആക്കാൻ വേണ്ടി പോവാണ് ഗൈസ്. അതായത് ദോശ മാവുണ്ട് ഫ്രിഡ്ജിൽ. അപ്പോൾ നമുക്ക് ദോശ ചുട്ടിട്ട് നല്ലൊരു പൊട്ടറ്റോ കറി ആക്കി വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ അതും ദോശയും കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഗൈസ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോവാം. ഞാനിപ്പോൾ ദോശ ചൂടാൻ വേണ്ടി കിച്ചണിലോട്ടേക്ക് പോവാണ്. ഓക്കെ, അപ്പോൾ വായോ. ഇപ്പോൾ ഞാൻ നേരെ കിച്ചണിലേക്കാട്ടോ പോണേ. എല്ലാം വെച്ചിട്ടെല്ലാം ആവണം. ഓക്കെ, അപ്പോൾ ഞാൻ എല്ലാം സെറ്റാക്കിയിട്ട് ഞാൻ വീടുണ്ട്. ഓക്കെ ഓക്കെ ഗൈസ്, അപ്പം ഞാനിവിടെ ദോശക്കല്ല് അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദോശമാവ് വേണ്ടേ, ദോശമാവ് ആക്കിയിട്ടില്ല. ദോശമാവ് റെഡി. എൻ്റെ കണ്ടിട്ടുണ്ട് ഗൈസ്. ആക്ച്വലി രാവിലെ ആക്കി വെച്ചാട്ടോ. എൻ്റെ ഭർത്താവിന് കുറച്ച് മടിയായതുകൊണ്ട് ഞങ്ങൾ അത്രയും ചുട്ടില്ല. പിന്നെ ഞാനും എൻ്റെ മോനും മാത്രം ചുട്ടു. അപ്പോൾ ഓനും വേണ്ടാന്ന് പറഞ്ഞു. പിന്നെ അത്ര ബാക്കിയായി പോയി. നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എണ്ണ നല്ലോണം തേച്ച് കൊടുക്കാം. എന്താ പറഞ്ഞാൽ ദിസ് ഇസ് ഗോതമ്പത്തിൻ്റെ ദോശയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് കുറച്ചധികം ഒഴിച്ച് കൊടുത്ത് ചുട്ടുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ. നല്ല ടേസ്റ്റിയാണ് ദോശ. ഓക്കെ, അപ്പോൾ നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം. ഞാനൊരു പാത്രം ദോശത്തേക്കാൻ പാത്രം ഇത് നന്നായിട്ട് ചൂടാവട്ടെ ഗൈസ്. നല്ലോണം ചട്ടി ചൂടാവട്ടെ. ചട്ടി ചൂടാകുമ്പോൾ നമുക്ക് ദോശ ചുട്ടെടുക്കാം. ഓക്കെ, അപ്പോൾ ഏകദേശം ചട്ടി ചൂടായിരുന്നു. അപ്പോൾ നമുക്ക് ദോശ ചുട്ട് കൊടുക്കാം. എനിക്ക് ഗോതമ്പ് ദോശ ഭയങ്കര ഇഷ്ടമാണ്. ഗോതമ്പ് ദോശയ്ക്ക് നല്ല മീൻകറിയാണ് ഭയങ്കര ഇഷ്ടമാണ്. ഗോതമ്പ് ദോശ നമുക്കത് കൊത്തി വെക്കാം. ദോശ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ദോശ ആയിക്കഴിഞ്ഞാൽ നമുക്ക് ദോശ നല്ല കറി, എൻ്റെ സ്പെഷ്യൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറി കേട്ടോ. ഞാൻ വലിയ ഇതൊന്നും കൊടുക്കുന്നില്ല, നല്ലൊരു കറി. അപ്പോൾ ഇതാണ് എൻ്റെ കറി. തെളിയുണ്ട്. അപ്പോൾ നമുക്ക് ഈ കറിയും കൂട്ടി നമുക്ക് ആ ദോശ കഴിക്കാം. കഴിക്കുന്ന വീഡിയോ ആയിട്ട് നമുക്ക് വരാം. ഓക്കെ, അപ്പോൾ 5 മിനിറ്റ് ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. ദോശ ചെയ്താൽ ഗൈസ് നല്ല വൃത്തിക്ക് ദോശ ആയിക്കൊണ്ടിരിക്കുകയാണ്.